ഹലോ ഗായ്സ്, നമുക്കിന്ന് മാഹി പള്ളിപ്പെരുന്നാൾ കാണാൻ പോയാലോ. പിന്നെ എനിക്കൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ മാഹി പോവാണ് കേട്ടോ. മമ്മിയും എൻ്റെ പാപ്പൻ്റെ മോളും ഉണ്ട്. പൊന്നൂസിൻ്റെ കൂടെയാണ് പോകുന്നത്. ബസ് മിസ്സായി, സോ ഓട്ടോ പിടിച്ച് ചേസ് ചെയ്ത് അങ്ങനെ ആ സെയിം ബസ് പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ടൗണിലെത്തി മമ്മീനെയും പൊന്നൂനെയും വെയിറ്റ് ചെയ്യാണ്. ഫൈനലി അവർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പോകുന്ന ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ നേരത്തെയും കാലത്ത് എത്തിയതുകൊണ്ട് പൊന്നുവിനെ കൊണ്ട് മുടിയൊക്കെ കെട്ടിച്ചു. അത് കഴിഞ്ഞതേ നമ്മൾ ട്രെയിനെത്തി നമ്മൾ കയറി. ട്രെയിനിലുള്ള പ്രഹസനമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ റിസർവ് ചെയ്ത് പോയതുകൊണ്ട് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എത്തി. അപ്പോൾ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 അവർ നമ്മൾ മാഹി എത്തി. മാഹി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അങ്ങനെ പുറത്തിറങ്ങി നോക്കി ഓട്ടോ ഒക്കെ കിട്ടുമെന്ന് നോക്കിയപ്പം ഓട്ടോക്കാരൊന്നും പോവില്ല എന്ന് പറഞ്ഞു. കാരണം പള്ളീൻ്റെ അവിടെ നല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഫൈനലി ഒന്നും നോക്കിയില്ല. അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ കയറി അങ്ങനെ പള്ളീൻ്റെ മുന്നിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ ഉള്ള പോർഷനിലേക്ക് പോവുകയാണ് കേട്ടോ. പാപ്പന് ഇവിടെ എക്സിബിഷൻ ഉണ്ട്, ലൈക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പോൾ പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ഈ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പൊന്നൂൻ്റെ അച്ഛനാണ് ഞങ്ങൾ പാപ്പൻ. സോ പാപ്പനെ കണ്ട് ഞങ്ങളൊരു ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ആളുടെ അടുത്ത് നമ്മൾ ബാഗൊക്കെ വെച്ചു. അങ്ങനെ ഇതാണ് നമ്മളെ മാഹി പള്ളി. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോണത്. നല്ല വലിയ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ക്യൂ ഒക്കെ നിന്ന് സംഭവം നമ്മൾ കയറി. എൻ്റെ അതിൽ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇത് ഞാൻ മെഴുകുതിരി കത്തിക്കുന്ന ഫുട്ടേജാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മമ്മീനെയും പൊന്നൂനും തപ്പുമ്പോൾ കാണില്ല. ഫൈനലി അവരെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ അവർ ഈ കോർണറിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ സൈഡിലൊരു പള്ളീൻ്റെ വേറെ തന്നെ കുർബാന ഇരിക്കുന്ന ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. അവിടെയും പോയി. അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റോളിൽ വന്ന് നല്ല പലഹാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പോയി ഒന്നും നോക്കിയില്ല, ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് രസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം മമ്മിയും പൊന്നൂസും എൻ്റെ വേർഡിക്റ്റിന് വേണ്ടി കാത്തിക്കാണ്. അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അടിപൊളി എന്നില്ല, എന്നാലും കുഴപ്പമില്ല. ലൈക്ക് മോശമല്ലായിരുന്നു, ഭയങ്കര അടിപൊളിയല്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. ഒരു ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത കറങ്ങാൻ പോകാൻ. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.